വാട്സപ്പ് ഗൈസ് എല്ലാം വെച്ചിട്ടുണ്ട് പുതിയ വെള്ളിയാഴ്ച മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് മൂന്നാമത്തെ എപ്പിസോഡാണ് ഗൈസ്. കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ കണ്ടതേക്കും മനസ്സിലാവും ഗൈസ്. നമ്മുടെ എല്ലാം പോയി. ആ വില്ലേജർ എവിടെ അവന്മാരുടെ സ്ഥലത്തേക്ക് നമുക്ക് ആദ്യം അറിഞ്ഞുകൂടെയാണ് അവന്മാരുടെ എന്തൊരു ഡേഞ്ചറാണെന്ന്. പിന്നെയാണ് മനസ്സിലായത് അവന്മാരെ ആൾ വിചാരിക്കണ പോലെ അല്ല എന്ന്. എൻ്റെ പൊന്നെ എവിടെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ്. ഇരിക്കുന്നു അവിടെ നമ്മുടെ സാധനം ഫുള്ള് ഡീസ്പോണായി പോയിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ നമ്മുടെ ഗോൾസ് ഓക്കെ ഗൈസ്, ഡീസ്പോണായിട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചധികം 2 ഗോൾ ആയിരുന്നു. ഇന്ന് നമുക്ക് ഇവിടെ നല്ലൊരു ബേസ് സെറ്റപ്പ് ആക്കണം, പിന്നെ വില്ലേജറിനെ അടിക്കണം. ഈ 2ആണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഗൈസ് നമുക്ക് അവരുടെ ഇച്ചിരി ലൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ വേണം. കാരണം ഈ വില്ലേജ് ചെറിയ വില്ലേജാണ് ഗൈസ്, വലുതായിട്ട് എടുക്കാൻ മാത്രമൊന്നും ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഷീൽഡ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടറിയാം ഗൈസ്, എല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഗൈസ് എല്ലാം പോയി. എന്നെല്ലാം സെറ്റപ്പ് ആകട്ടെ, എല്ലാം പോയി ഗൈസ്. നമ്മൾ ഇത്ര ഇതുള്ളതുകൊണ്ട് മാത്രമാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെ. ഇപ്രാവശ്യം നമുക്ക് 50 എടുത്തേക്കാം. പിന്നെ സ്റ്റാക്കിലോട്ടെ, പിന്നെ വില്ല് വേണം. വില്ലുണ്ടാക്കാൻ വേറെ എന്തൊക്കെയാണ് നോക്കട്ടെ. നമുക്ക് വില്ലുണ്ടാക്കാൻ ഫ്ലിൻറ്റ് വേണം, സ്റ്റിക്ക് വേണം. ഇത് കഴിച്ച് നമ്മുടെ ഇവരെ കൊന്നാൽ കിട്ടും. മറ്റേ ഇതില്ലേ, ഏത് അയ്യോ ഇതില്ലേ കഴിച്ച്, മറ്റേ പറക്കണ സാധനങ്ങൾ അവിടെ പോയാൽ രാത്രി കിട്ടും കഴിച്ച്. മറ്റേ എന്താ അയ്യോ തത്തമ്മ അതിനെ കൊന്നാൽ കിട്ടും. ഓക്കെ ഇപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോകാം ഗൈസ്. അമ്പിൻ്റെ കാലാവധി കഴിയാറായിരുന്നു തോന്നുന്നത്. ഇപ്രാവശ്യം ഗൈസ് ഒളിഞ്ഞ് പതുക്കെ പമ്മിയാണ് പോവേണ്ടത് ഗൈസ്. 1 മിനിറ്റ് ഗൈസ് വരാം ഗൈസ് ഞാൻ. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. ചെറിയൊരു വിഷയമായിരുന്നു ഗൈസ്. നമ്മൾ വാട്ടർ മെലൺ മതിയാവുമെന്ന് കരുതുന്നു ഗൈസ് ഞാൻ. ഓക്കെ ചാടി നമുക്കിപ്പോൾ പക്ഷേ ഒരു പ്രോപ്പർ പ്ലാനിങ് വേണം ഗൈസ്. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടുന്ന് നടക്കാമെന്ന് പറഞ്ഞാൽ അവന്മാർ ഭിത്തി കയറ്റും ഗൈസ്. നമുക്ക് പതുക്കെ സൈഡിൽ നിന്ന് വന്ന് കയറിയാലും അവന്മാരെ കാണാനില്ല ഗൈസ്. പോയിട്ടുണ്ടാവുമായിരിക്കുമല്ലേ അവന്മാരുടെ അവിടെയുണ്ട് ഗൈസ്. നമുക്ക് അപ്പുറത്തെ ഐലൻഡിലേക്ക് കിടക്കാം ഗൈസ്. ഇവന്മാർ ഇപ്പുറത്തെ സൈഡിലാണുള്ളത്. ഓക്കെ കണ്ട ഗൈസ് നമ്മുടെ സാധനം റീസ്പോണായിട്ട് പോയിട്ടില്ല ഗൈസ്. ഒരുത്തണ്ട അത്ര എത്തു അമ്പ് ഓടിക്കാൻ അവിടെ കുറച്ച് അമ്പ് കിടപ്പ്. സെറ്റിങ്സാ മാറിയിരിക്കും അങ്ങോട്ട് ഗൈസ്. ഓക്കെ നൈസൊരാകുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. കണ്ട് എൻ്റെ പൊന്നെ ഓടിപ്പോ. അടി ഫൈനലി ഗൈസ്
അമ്മറ നമുക്ക് ചെയ്യാം. 1 2 3 4 ഇപ്പം ഹെൽത്തായിട്ട് പോയത് അടുത്തെല്ലാവരും ഡൗണായില്ലേ? ഒരുത്തനും കൂടെ ഉണ്ട് ഗൈസ്, ഒരുത്തനും കൂടെ ഉണ്ട്. ബാക്കി എല്ലാവരും ക്ലിയർ ആയി ഗൈസ്, ബാക്കി എല്ലാവരും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ക്ലിയറായി എൻ്റെ ആർമർ കിട്ടി ഗൈസ്, കിട്ടി എൻ്റെ സാധനം കിട്ടി. ഗൈസ് അയ്യോ ഞാൻ മണ്ടത്തരം കാണിച്ചു. പക്ഷേ ഗൈസ് നമുക്കിപ്പോൾ ചെറിയ സമാധാനമുണ്ട് ഗൈസ്, കാരണം കുറച്ച് 4-5 ആൾക്കാരെ നമ്മൾ തൂക്കി ഗൈസ്. എൻ്റെ പോലെ ഷീൽഡുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഗുണമുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഗൈസ് ഇപ്പം ഡിഫീറ്റ് ചെയ്യണത് ഇനി 1-2 ആൾക്കാരുണ്ടാവാനേ ചാൻസ് ഉള്ളൂ ഗൈസ്. ഞാൻ കരുതിയത് നമ്മുടെ സാധനങ്ങൾ ഡീസ്പോൺ ആയി പോയെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ പോയിട്ടില്ല, പേടിക്കണ്ട. പക്ഷെ അപ്പുറത്ത് 4-5 ആൾക്കാരുണ്ട് ഗൈസ്. വേഗം തല കിടക്കാം ഗൈസ്. എന്തൊക്കെയോ ഇവിടെ ഉണ്ട് ഗൈസ്, എല്ലാം എടുത്തേക്കാം. ഉള്ളതെടുക്കരുത്, ഉള്ളത് രണ്ട് ഷീൽഡൊക്കെ ഏതാ നമ്മുടെ അമ്പിൻ്റെ പൊട്ടിപ്പോയാ ബോളെടുത്ത് ചെയ്യാം. നമ്മുടെ അമ്പ് കാണാനില്ല ഗൈസ്. ഒരു ബാക്കി നമ്മൾ വരുത്തിക്കണം. കുറേ നേരം അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് നോക്കിയിട്ടില്ല ഗൈസ്. എല്ലാം സെറ്റില്ല. ഗോൾഡൻ സ്പീഡ് ഏതാ പ്രൊട്ടക്ഷൻ എന്തോ ഉണ്ട് ഗൈസ്. ആക്ഷൻ വിട്ട് അമ്പ് പൊട്ടിന്ന് തോന്നുന്നു ഗൈസ്. വാടാ ആവോ എത്ര പില്ലേജസ് ഉണ്ടെന്ന് നോക്കാം ഗൈസ്. നമുക്ക് ഈ ലോഡിങ് ആഡാണ് ഗൈസ്, എനിക്ക് ദേഷ്യം പറഞ്ഞു. ഒക്കെ പിന്നെ ഗൈസ് നമുക്ക് ഈ ലാഗാണ്. അല്ല അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അതിനെ ഒന്നും കൂടി അറിയടാ, അത് തന്നെ. തീർന്ന് ബോയ് കുറച്ച് അപ്പുറത്തൊക്കെ കാണാനായി തോന്നുന്നു.
അത് തന്നെ കുറച്ച് സാധനമൊക്കെ ഡീസ്പോൺ ആയിപ്പോയി ഗൈസ്. ഇവിടെ ജസ്റ്റ് എന്ത് തോന്നില്ലേ? ഇല്ല ഗൈസ്, തോന്നിയതാ. ജസ്റ്റ് സാധനം കിട്ടി, ഒരു അയൺ കോട്ട് കിട്ടി. എന്താ പീപ്പിയാ എല്ലാം എടുത്തേക്ക്. പിന്നെ പോഷനോ അടിയിലേക്കുണ്ട് ഗൈസ്. ഒരു മിനിറ്റിൻ്റെ അടിയിലേക്കൊന്ന് പോയി നോക്കാം ഗൈസ് നമുക്ക്. ഇത് വെറുതെ തിരിച്ചു കയറിപ്പോണം. ഇവിടെ രാത്രി നിന്നും ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. മണ്ടയിലാണ് നമ്മളിത് ഏതൊക്കെ കാട്ടിക്കൂടുന്നത്. അവിടെ ബാഡ് മെയിലെന്ന് പറഞ്ഞാൽ വേറെന്തോ പോഷനെ കേട്ടിട്ടുണ്ട് ഗൈസ്. വീട്ടിൽ സംസാരിക്കുന്നത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ നമുക്കൊരു അമ്പുണ്ടാക്കണം ഗൈസ്. അമ്പുണ്ടാക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും അമ്പും കൂടി നമുക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ പിന്നെ സെറ്റായി ഗൈസ്. വില്ലേജറെ എന്നെ കൂടെ കൊണ്ടുപോകുമോ? ഞാൻ പറഞ്ഞു സ്കെൽട്ടന്മാരൊന്നും ഇല്ലാത്ത പോയി. ക്രീപ്പർ സ്കെൽ Wait a minute. Amazing fireworks displays color the skies during the festive season. Experience Macau. ആവോ നമുക്ക് വേഗം വീട്ടിൽ കിടന്ന എന്താണ് ഇപ്പൊ മുഖ്യാരം ചിലപ്പോ നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട്. കിടന്നു കഴിഞ്ഞു. ക്രീപ്പൊന്നും വന്ന് പൊട്ടിത്തെറിക്കില്ലേ? രാവിലെ ഗൈസ് അത് ആരെ എറിഞ്ഞത്? ഇനി അങ്ങോട്ട് പോകണ്ട. പക്ഷെ പി കൊള്ളാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ആദ്യത്തെ മിഷൻ ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മിഷൻ ഒരു ബേസ് ഗൈസ് അതുണ്ടാക്കണം ഗൈസ്. ഓക്കെ, ബേസ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം?
അതിന് മുമ്പ് അതിൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ ഗൈസ്. ഇരിക്കട്ടെ. ജസ്റ്റ് ഈ ഹോൺ നമ്മളെ കയ്യിലിരിക്കട്ടെ. ഫുഡ് കയ്യിലിരിക്കട്ടെ. പിക്കാക്സ് വാളുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് ഇതിരുന്നോട്ടെ. പിന്നെ എന്തൊക്കെയാണ് വേണം നമുക്ക്? അമ്പ് ഇരുന്നോട്ടെ. ഒരു വാൾ എക്സ്ട്രാ വന്നല്ലോ. സൺഫ്ലവറൊക്കെ നമുക്ക് പോകണം. ഇതുണ്ട്. ഇനി നമുക്ക് എന്താ സ്ട്രിങ് അല്ലേ വേണ്ട? ചിരന്തീന് അടിച്ചുകൊണ്ടത് കിട്ടും ഗൈസ്. ഇത് കിടന്നോട്ടെ. ഡോട്ടൊക്കെ എന്തിനാ ഗൈസ്? എനിക്കൊന്നും വേണ്ട. ഒരു ചെസ്റ്റും കൂടി വെക്കേണ്ടി വരും ഗൈസ്. പ്ലാങ് ഉണ്ടാക്കട്ടെ. 20 പ്ലാങ്. ഒരു ചെസ്റ്റും കൂടി ഏതായാലും ഉണ്ടാക്കേണ്ടി വരും ഗൈസ്. ഒരു ബ്രെഡാക്കി ഒരു ബ്രെഡ് ജസ്റ്റ്. ഓ കറക്റ്റ് 2 കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല വീടിൻ്റെ പണിയാൻ ഗൈസ്. ഓക്കെ, ഇതല്ലേ എനിക്കിവിടെ അല്ലേ വേണ്ടേ. ഗൈസ് ആവശ്യമില്ലാത്തത് ഉള്ളതൊക്കെ നമുക്ക് ഇവിടെ ഉള്ളത് നോക്കണം. ആവശ്യമില്ലാത്തതെല്ലാം നമുക്ക് ഇവിടെ വെക്കാം ഗൈസ്. ഇതെന്താ സാധനം ഒന്നും അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു തരുമോ ഗൈസ്? ഓക്കെ, ടോർച്ച് ഫുഡ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ബേസിൻ്റെ പണികൾ തുടങ്ങാം ഗൈസ്. നമുക്ക് ബേസിനാവശ്യം ഹെൽത്ത് ഇല്ല ഗൈസ്. ബേസിൻ്റെ ആവശ്യത്തിന് മുമ്പ് ബേസ് ഇവിടെ പണിയണം എന്നും കൂടി എവിടെയാണ് നമുക്ക് ബേസ് ഇവിടെ ആയിട്ട് പണിതാല. നമുക്കല്ലെങ്കിൽ അവിടെ ആയിട്ട് പണിയണം. ഒന്ന് സ്ഥലം നോക്കാം. അവിടെ ആയിട്ട് തന്നെ പണിയാൻ ഇഷ്ടപ്പെടാം. ഈ മരം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാക്കി നമ്മൾ അവിടെ നിന്ന് പറിച്ചു. നമ്മുടെ ആദ്യം നമ്മൾ ഇല്ലേ ബോണ് നമുക്ക് ഉപയോഗമുള്ളതാണ് ഗൈസ്. അല്ല ഗൈസ്, നമ്മളൊരു പട്ടി ഉണ്ടായില്ല. പട്ടി എന്ത് ഗൈസ്? ഒരു പട്ടിക്കിണ്ട പട്ടി അത്യാവശ്യം ഡൊണ്ടുമോൻ അങ്ങനെ എന്തായിരുന്നു പേര് ഗൈസ്. ആ പട്ടി പോയി. ആ ഗൈസ്, നമ്മളെവിടെ വീട് വെക്കാൻ തീരുമാനിച്ചത്? ഓ ഗൈസ്, ഇവിടെ ഇല്ലേ ഗൈസ്? പക്ഷെ ഇവിടെ വില്ലേജറിൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ മേളിൽ പണിയണം ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, ഞങ്ങളുടെ സ്ഥലം നമുക്ക് അതിൻ്റെ മേളിൽ തന്നെ പണിയാം. പിന്നെ ചാനൽ കാണാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൈൻക്രാഫ്റ്റിൻ്റെ 3ാമത്തെ പാർട്ടല്ലേ ഗൈസ്? ഓക്കെ, പിന്നെ കുറേ മോർ ഗെയിംസിനായിട്ട് നിങ്ങൾ എന്താ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഗൈസ് അത്യാവശ്യം നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പതുക്കെ കയറി വരുമായിരിക്കണം. ഓ ഗൈസ്, ഇത് അത്യാവശ്യം വൈബ് ഏരിയയാണ്. അതെ ഹിൽസാ. ഇത് അത്യാവശ്യം വൈബ് ഏരിയയാണ് ഗൈസ്. നമുക്ക് ഇവിടെ അങ്ങ് ബേസ് വെച്ചാലാ. പോണ വഴിക്ക് ബോണും സ്കെൽട്ടണൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. അയ്യോ ഹോൺ അതല്ലേ നമ്മൾ അവിടെ വെച്ച് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നോട്ട് ഗൈസ് ഇതാണ് നമ്മൾ ബേസ് വെക്കാൻ പോണ സ്ഥലം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതൊന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഇപ്പം വരും. 2 മിനിറ്റ് ഗൈസ്, പെട്ടെന്ന് ക്ലീൻ ആക്കി ഇപ്പം തന്നെ വരും ഗൈസ്. അങ്ങനെ നീണ്ട നാളത്തേക്ക് ശേഷം ഗൈസ് ഞാൻ ഇവിടെ അത്യാവശ്യം ഞാൻ ലെവലാക്കിയിട്ടുണ്ട് ഗൈസ്. ഇറങ്ങിയാൽ അത്യാവശ്യം ഞാൻ ലെവലാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോയിൽ ഗൈസ് നോക്കി ഞാൻ ഇതിൻ്റെ ഫുൾ പണി ഞാൻ ചെയ്തിട്ടായിരിക്കും കാണാം. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിലേക്കിട്ട് എല്ലാവരും ബൈ.